മൺചട്ടിയിൽ നമ്മളിന്ന് ബീഫ് വരട്ടിയെടുക്കാൻ പോട്ടെ. അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന്റെ ഇൻഗ്രീഡിയൻസ് തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തണം. മസാലകളൊക്കെ പിന്നെ നമ്മൾ ചേർക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. 1 കിലോ ബീഫ് കണ്ടില്ല, ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തുള്ള സംഭവം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തേങ്ങ കൊത്തിട്ട കൊപ്ര ഉണ്ടായിരുന്നു വീട്ടിൽ, അപ്പോൾ അതിൻ്റെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വലിയ ഉള്ളി, ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ, ശേഷം കുറച്ച് ഉലുവ, ഇനി ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വലിയ ഉള്ളി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ സംഭവം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈം 10:25. അപ്പോൾ എത്ര ടൈം എടുക്കുന്നുണ്ട് നമുക്ക് ഈ ബീഫ് റെഡി ആവാനെന്നുള്ളത് കൂടി നോക്കണം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. ആ ഉള്ളി കിടന്നിട്ട് ശരിക്കും ഒന്നിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ നമ്മുടെ സവാള വാടി കിട്ടിയിട്ടുണ്ട്. ഇനി തക്കാളി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ പച്ചമുളക്, ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരുമിച്ച് മിക്സ് ചെയ്തതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പില, ആവശ്യത്തിന് കുരുമുളക് പൊടി. ബീഫല്ല, അപ്പോൾ കുറച്ച് എരിവ് നല്ലതാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ചട്ടിയിലേക്ക് കൊണ്ട് മാറ്റുകയാണ്. ഈ ഒരു ടൈം കണ്ടില്ലേ, 10:32. നമ്മൾ 10:25 നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. 7 മിനിറ്റ് കൊണ്ട് ബാക്കി മസാലയുടെ ബാക്കി പരിപാടികളൊക്കെ കഴിച്ച് ബീഫ് അടുപ്പത്ത് വെച്ച് ഇറച്ചിട്ടതിന് ശേഷം തന്നെ നമ്മൾ ഇളക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ആ ഒരു ഗ്രേവി ടൈപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം വെള്ളത്തിൻ്റെ അംശം ആ ഇറച്ചി കഴുകിയതിൽ ഓൾറെഡി കുറച്ചുണ്ടായിരുന്നു. അത് കൂടാതെ നമ്മൾ പിന്നെ വീണ്ടും കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാണ്. കാരണം അടുപ്പത്ത് കിടന്നിട്ട് ഇറച്ചി ഒന്ന് വെന്ത് കിട്ടണം. പിന്നെ അത് മാത്രമല്ല നമുക്കിത് വരട്ടിയെടുക്കണ്ടേ, അപ്പോൾ ആ ഒരു ഗ്രേവി ടൈപ്പ് എങ്ങനെയായാലും വേണം, അതിന് വേണ്ടി കൂടിയാണ്. അങ്ങനെ നമ്മൾ ബീഫ് ഇതാ അടുപ്പത്ത് വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ടൈം ഇപ്പോൾ വരുന്നത് 10:55. നമ്മൾ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തുള്ളൂ. ബീഫ് കിടന്ന് തിളക്കുന്ന കണ്ടില്ലേ, ആ സമയത്ത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ടൈം വരുന്നത് 11:37. ബീഫിൻ്റെ പാത്രം കണ്ട് തുറന്ന സമയത്ത് നല്ല അടിപൊളി സ്മെല്ലാട്ടോ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ശബ്ദം കേട്ടില്ലേ, ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ബീഫ് വരട്ടി എടുത്തിട്ടുണ്ട്. ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറച്ചെടുത്തിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ പോവാണ്. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ചായക്കടിക്ക് ഉണ്ടാക്കിയത് ഇലയിൽ പരത്തി കേട്ടോ. അപ്പോൾ അത് കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോകുന്നത്. ബീഫ് നല്ല ചൂടുണ്ട്. ചെറിയ രീതിയിൽ കൂടെ ഒന്നും കൂടി വേവാറുണ്ട്, എന്നാലും സംഭവം കുഴപ്പമില്ല. പിന്നെ മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ ആ കുരുമുളക് പൊടി മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു കുത്തുണ്ടല്ലോ, അത് നല്ല അടിപൊളിയായിട്ട് നല്ല രസത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ, ആ ഒരു വരട്ടിയെടുത്ത കാരണത്തിന് ആ ഒരു ഗ്രേവി ടൈപ്പ് നല്ല രീതിയിലുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങ കടിക്കുന്ന സമയത്ത് ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു സംഭവം കൊണ്ട് ഇറങ്ങി കിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റായുള്ള സംഭവം തന്നെയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. താഴെ പൂച്ചകൾ വന്നിട്ട് ഇങ്ങനെ എന്നാ ഇവിടെ എന്നതാ, താഴെ പൂച്ചകൾ വന്നിട്ട് ഇങ്ങനെ നമ്മൾ കഴിക്കുന്നതിന് കിട്ടുന്ന വിചാരിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇട്ട് കൊടുത്താൽ വേണ്ടിയില്ല ആ ശബ്ദം എന്നത്. എങ്ങനെ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ഏകദേശം നമ്മൾ 10:25 തുടങ്ങിയിട്ടുള്ള കുക്കിങ് ഒരു 11:36 1 മിനിറ്റ് 10 അല്ല 1 മണിക്കൂർ 10 മിനിറ്റ് ആ റേഞ്ചൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ.
സംഭവം സിമ്പിളായിട്ടുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് മറ്റ് സുഹൃത്തുക്കളെ കൂടി എത്തിക്കട്ടെ. കൂടുതൽ കാഴ്ചകൾക്ക് ശേഷമായിട്ട് കൊണ്ടുപോകാം. ബൈ.